ഇന്നത്തെ മാച്ചിൻ്റെ റിവ്യൂ ആണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് മാച്ചിൻ്റെ റിവ്യൂ എന്നല്ല, ജസ്റ്റ് അനലൈസ് മാത്രമാണ്. നമുക്ക് ഇന്നത്തെ കളി കണ്ടവർക്ക് അറിയാം. ഇന്നത്തെ പിച്ച് എന്ന് പറയുന്നത് അങ്ങനെ ടു പേസ് സ്വഭാവമുള്ള ഒരു പിച്ചായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഫുള്ള് ആർക്കും ബാറ്റിംഗ് ഒന്നും കണക്ട് ചെയ്യാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഒരു 17th 18th ഓവർ ആയപ്പോഴാണ് നമ്മുടെ നിഖിത് വർമ്മ പുള്ളിക്കാരൻ വന്നിട്ട് രണ്ടുമൂന്ന് ഷോട്ടൊക്കെ കണക്ട് ചെയ്ത് ഹാർദിക് പാണ്ഡ്യന് ഒരു 20 റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ടൈമിങ്ങിലാണ് ആക്ച്വലി പിച്ച് കുറച്ചുകൂടെ നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ ബോൾ കറക്റ്റായിട്ട് ബാറ്റിലോട്ട് വരുന്നുണ്ട്. ആ ഒരു ഫാക്ടർ നിലനിൽക്കെ തന്നെ നമുക്ക് ഫസ്റ്റ് അഭിഷേക് ശർമ്മയുടെ ഡ്രോപ്പ് ക്യാച്ചോടെയാണ് സ്റ്റാർട്ടിങ്, അതായത് ഇന്നിങ്സിൻ്റെ ഫസ്റ്റ് ബോൾ. ഇപ്രാവശ്യം ഈ കളി എന്തായാലും വന്നിട്ടുള്ളത് മുംബൈ നല്ലൊരു കൃത്യമായിട്ടൊരു പ്ലാനിങ് ആയിട്ടാണ്. അതായത് ഹെഡിനും അഭിഷേകിനും യാതൊരുവിധ റൂമും കൊടുത്തിട്ടില്ല. അതായത് ഹിറ്റ് ചെയ്യാൻ യാതൊരുവിധ ഇതും കൊടുത്തിട്ടില്ലായിരുന്നു. ഒരു റൂം രണ്ടുപേരും കുറച്ചൊന്ന് ഇത് ചെയ്ത് അടിക്കാൻ എന്താണ് കുറച്ച് സ്പേസ് വേണം അവർക്ക് കളിക്കാൻ. എന്തെങ്കിലും ഓഫ് സൈഡിൽ അങ്ങനെ ഒരു ബോളേ കൊടുത്തിട്ടില്ല. ഫുള്ള് ലെഗ് യോർക്കർ കണ്ടതിൽ അറിയാം. ആ ബോൾട്ടിൻ എനിക്ക് തോന്നുന്നു ബോൾട്ട് 24 ബോൾസ് എറിഞ്ഞ യോർക്കറാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ ഫുള്ള് ടെംപ്റ്റഡ് യോർക്കർ മാത്രമാണ് എറിഞ്ഞുകൊണ്ടിരുന്നത് ഇവർ ഫുൾ SRH ബാറ്റേഴ്സിന്. അതേപോലെ തന്നെ ബുംറ എല്ലാവരും നല്ല രീതിയിൽ എറിയുണ്ടായി. അഭിഷേക് ശർമ്മ എറിയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തൊരു ഇന്നിങ്സ് ആയിരുന്നു. എങ്ങനെയൊക്കെ ഒരു 7-4 കണ്ടുപിടിച്ചു. ഫുള്ള് വീശിലായിരുന്നു. അതിനുശേഷം ഒരു വിധത്തിൽ പുള്ളിക്കാരൻ ലാസ്റ്റ് ഔട്ടായി. ഹാർദിക് പാണ്ഡ്യ വന്നു, കറക്റ്റ് ബോള് ഇൻ ടു ദ പിച്ച് സ്ലോവർ ബൗൺസർ എറിഞ്ഞു. പുള്ളിക്കാരനൊന്നും ചെയ്യാൻ പറ്റില്ല. ബോള് വരുന്നില്ല, ബാറ്റിലോട്ട് വരുന്നുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ വീശി ഔട്ടാകുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടിരുന്നത്. ഹെഡ് ഭയങ്കര ഒരു ശോകമായിട്ടുള്ളൊരു കളിയായിരുന്നു. പുള്ളിക്കാരൻ എന്താണ് കാണിച്ചതെന്ന് അറിയത്തില്ല. ബോളൊന്നും കണക്റ്റ് ആവുന്നില്ല, മിഡിൽ ആവുന്നില്ല, ഔട്ടും ആവുന്നില്ല. പുള്ളിക്കാരൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഔട്ടാകും, പക്ഷെ ഔട്ടാവുന്നേ ഇല്ല. അത് വളരെ ഒരു നല്ലൊരു കാഴ്ചയായിരുന്നു. പുള്ളിക്കാരൻ മാക്സിമം ട്രൈ ചെയ്തു, ബോൾ കണക്റ്റ് ആവുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ബോളും വിഴുങ്ങുന്നുണ്ട്, റൺസ് കയറുന്നില്ല. അങ്ങനെ ഭയങ്കര ഒരു പ്രഷറിലായിരുന്നു ഹെഡ്. ലാസ്റ്റ് ഒരു വിധത്തിൽ ഔട്ടായി. വിൽ ജാക്സൺ വളരെ നന്നായിട്ട് തന്നെ ബോൾ ചെയ്തു. അതേപോലെ തന്നെ ഇഷാൻ കിഷൻ. ഞാൻ വിചാരിച്ചു ഇഷാൻ മുംബൈ പിച്ചായതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ നല്ല രീതിയിൽ കളിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചു. പക്ഷേ മുംബൈ ഇഷാനെ കളഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഇന്നത്തോടുകൂടി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു കളി കളിക്കും, പിന്നെ ബാക്കിയുള്ള കളി ഓൾമോസ്റ്റ് ചോക്കിംഗ് ആണ്. പുള്ളിക്കാരന് എനിക്ക് തോന്നുന്നു ഈ കളിയിൽ SRHന് പണി കിട്ടിയത് ടോപ്പ് 3 3 ലെഫ്റ്റ് ഹാൻഡേഴ്സാണ്. ബിക്കോസ് അവിടെ ഒരു റൈറ്റ് ഹാൻഡർ ഉണ്ടായിരുന്നെങ്കിൽ മേ ബി ഈ പിച്ച് 2 പേസ് ആയതുകൊണ്ട് തന്നെ മേ ബി റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് കോമ്പിനേഷൻ ഈ ഗെയിമിൽ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്യാവുന്നതായിരുന്നു. മേ ബി ഇഷാന് വരെ നിതീഷ് റെഡ്ഡിനെ 1 ഡൗൺ ഇറക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ മേ ബി നിഖിത് വർമ്മ പുള്ളിക്കാരനെ വേണമെങ്കിൽ 1 ഡൗൺ ഇറക്കാം. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി സ്കോർ ഒരു 180 190 ആ റേഞ്ചെങ്കിലും മേ ബി എത്തിക്കാമായിരുന്നു. പക്ഷേ നടന്നില്ല. ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ അവിടെ നഷ്ടപ്പെട്ടു. അതിനുശേഷം 3 ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഔട്ടായത് പുറകെ തന്നെ 3 റൈറ്റ് ഹാൻഡേഴ്സ് വരുന്നു. അപ്പോൾ നിതീഷ് റെഡ്ഡിക്കും ക്ലാസിനും സെയിം ഫീൽഡിംഗ് ആയിരുന്നു നമ്മുടെ ഹാർദിക് പാണ്ഡ്യ കാഴ്ചവെച്ചിരുന്നത്. അതേപോലെ തന്നെ ബോളേഴ്സ് എല്ലാം ഫീൽഡിങ്ങിന് വേണ്ടി കറക്റ്റായിട്ട് ബോളറിനു. ഇതിൽ ഹാർദിക് പാണ്ഡ്യയുടെ ഒരു മിസ്റ്റേക്ക് എന്ന് എനിക്ക് തോന്നിയത് പുള്ളിക്കാരന് നമ്മുടെ ദീപക് ചഹറിന് ഒരു ഓവർ കൊടുത്തതായിരുന്നു ലാസ്റ്റത്തെ. ആ ഓവറിലാണ് ഒരു 20 റൺസ് മാറിയത്. പക്ഷേ നല്ല പുള്ളിക്കാരൻ അതിനു മുമ്പ് വരെ 3 ഓവർ വളരെ നന്നായിട്ട് എറിഞ്ഞ് അതിൻ്റെ ഒരു കോൺഫിഡൻസിലാണ് കൊടുത്തതെന്ന് തോന്നുന്നു. എന്നിരുന്നാൽ കൂടെ നമ്മൾ പറയുകയാണെങ്കിൽ ഇഷാൻ കിഷൻ അങ്ങനെ വന്ന് വീശി ഔട്ടായി. പിന്നെ അതിനുശേഷം നിതീഷ് റെഡ്ഡി പുള്ളിക്കാരൻ്റെ 2 റിവേഴ്സ് സ്വീപ്പ്, അത് റിവേഴ്സ് സ്വീപ്പ് പോലെ ആകുമ്പോൾ അത് വളരെ നന്നായിട്ട് പുള്ളിക്കാരൻ കളിച്ചു. അങ്ങനെയാണ് ഒരു 4 കിട്ടിയത്. പിന്നെ അതിനുശേഷം വലിയ ഒരു കോൺട്രിബ്യൂഷൻ പുള്ളിക്കാരൻ ഈ സീസണിൽ SRHന് കൊടുക്കാനേ കഴിഞ്ഞിട്ടില്ല. അവസാനം നമ്മുടെ ടെസ്റ്റിലെ ആ സെഞ്ചുറിക്ക് ശേഷം വലിയ ഒരു ആവറേജ് പെർഫോമൻസ് പോലും പുള്ളിയുടെ കയ്യിൽ നിന്ന് കണ്ടിട്ടില്ല ഇതുവരെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ക്ലാസൻ വന്നു. പുള്ളിക്കാരൻ ഫസ്റ്റ് കുറേ ബോള് പിച്ച് പുള്ളിക്കാരന് മനസ്സിലായില്ലായിരുന്നു, കുറേ ട്രൈ ചെയ്തു. പിന്നെ നമ്മുടെ ദീപക് ചാറിൻ്റെ ഓവറിലാണ് കളി മാറിയത്. കുറച്ച് 2 6 2 4 അങ്ങനെയൊക്കെ വന്നത്. പക്ഷേ എന്നിരുന്നാൽ കൂടെ ദീപക് ചാർ
എറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി പിച്ചിന് പറ്റിയ ബോളിംഗ് അല്ലായിരുന്നു. ഹർദിക് പാണ്ഡ്യയുടെയും ബോൾട്ടിൻ്റെയും ബുംറയുടെ ഒക്കെ ബോളിംഗ് കണ്ടാൽ മനസ്സിലാവും കറക്റ്റ് പിച്ച് യൂസ് ചെയ്തിട്ടുള്ള ഒരു ബോളിംഗ് ആയിരുന്നു. ലാസ്റ്റ് ഹാർദിക് പാണ്ഡ്യയ്ക്ക് അടി കിട്ടിയത് പുള്ളിക്കാരന് എവിടെ എറിയണം എന്ന് ഒരു ഐഡിയയും കിട്ടിയില്ല. കാരണം ഈ അനിക്കത്ത് എന്ന് പറയുന്നത് കുറച്ച് ഷോർട്ടായിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് ഗ്യാപ്പ് നന്നായിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെ വീശി അടിയുള്ള ഒരാളല്ല, കറക്റ്റ് പ്ലേസ്മെൻറ്റും കാര്യങ്ങളും ഉള്ളതാണ്. എല്ലാവരും സ്ട്രൈറ്റ് ആണ് അടിക്കാൻ നോക്കിയത്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്ക് കണക്റ്റും ആവുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു ഇന്നോവേഷൻ കൊണ്ടുവന്നിരുന്നെങ്കിൽ മേ ബി റിസൾട്ട് വേറെ ഒന്നാവുമായിരുന്നു. പിന്നെ കമിൻസിന് വേണമെങ്കിൽ നേരത്തെ ഇറങ്ങാമായിരുന്നു. എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ഉണ്ടായി. കാരണം ഇങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിൽ പുള്ളിക്കാരൻ വളരെ നല്ല ബാറ്റിംഗ് പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത്. പഴയ സീസണിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനത്തെ ഒരു പിച്ചിൽ ബാറ്റ്സ്മാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പുള്ളിക്കാരൻ വരുന്നു, 2 6 2 4 അടിച്ച് പോകുന്നു. അങ്ങനെ ഒരു കാഴ്ച ഒരു 5-6 കളിയെങ്കിലും മിനിമം കാണാൻ പറ്റിയിട്ടുണ്ട്. പുള്ളിക്കാരന് വേണമെങ്കിൽ നേരത്തെ വന്ന് അങ്ങനെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാമായിരുന്നു. പിന്നെ നിതീഷ് റെഡ്ഡി ആ ടൈമിൽ, ബിക്കോസ് ആ ടൈമിൽ ഭയങ്കര ലോ റൺ റേറ്റ് ആയിരുന്നു. മേ ബി അങ്ങ് പുള്ളിക്കാരൻ വന്ന് ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് ആയതിന് ഒരു 10 ബോളിൽ 20 റൺസ് എല്ലാം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതല്ലാണ്ട് ബോളിങ് എല്ലാവരും വളരെ നന്നായിട്ട് ബോൾ ചെയ്തു. വിൽ ജാക്സ് നന്നായിട്ട് ബോൾ ചെയ്തു. വിൽ ജാക്സ് ബോൾ എറിയാൻ മെയിൻ കാരണം കരൺ ശർമ്മ കൈമുറിഞ്ഞ് ഡഗ്ഔട്ടിൽ പോകാനുള്ള സാഹചര്യമാണ്. പുള്ളിക്കാരൻ എന്തായാലും ഉർവശിച്ച ശാപം ഉപകാരം എന്ന് പറയുന്ന പോലെയാണ് വിൽ ജാക്സ് വന്ന് നന്നായിട്ട് ബോൾ എറിഞ്ഞത്. അതേപോലെ തന്നെ മേ ബി കരുൺ നായർ അല്ലല്ലോ കരൺ ശർമ്മ വന്ന് എറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ മേ ബി കളിയുടെ ഗതി മാറിയേനെ. കാരണം നമ്മൾ സെക്കൻഡ് ഹാഫിൽ കണ്ടതായിരുന്നു ലെഗ് സ്പിന്നേഴ്സിനെ അടിച്ച് തൂക്കി വിട്ടത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ പോയത് മുംബൈക്ക് നല്ലൊരു കാര്യമായി. എന്തായാലും പുള്ളിക്കാരൻ്റെ കൈ മുറിഞ്ഞ് അടുത്ത കളിയിൽ നന്നായി സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതേപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യ 3 ഓവർ വളരെ നന്നായിട്ട് എറിഞ്ഞു. 4ാമത്തെ ഓവർ ഒരു 20 റൺസ് അവിടെ ലീക്കായി. പിന്നെ സാന്റ്നറിന് 1 ഓവറേ കൊടുത്തുള്ളൂ. അതും ഓക്കെ, അതും കുഴപ്പമില്ലാത്ത ഒരു മൂവ് ആയിരുന്നു. എന്നിരുന്നാൽ കൂടെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് നമ്മുടെ രോഹിത് ഭായിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ അവസാനം ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ആദ്യത്തെ കളി 0 ഡക്ക്, അത് കഴിഞ്ഞ് 8, പിന്നെ 13, 17, 18, 26. അതായത് ഒരു ഇമ്പ്രൂവ്മെൻറ്റ്. നമ്മുടെ ഹിറ്റ്മാൻ തിരിച്ച് ഫോമിലേക്ക് വരെയാണ്. ഒരു 10 കളിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു 50 അടിച്ചരുത്. അപ്പോൾ അങ്ങനത്തെ ഒരു മിനിമം ഒരു ഫോമിലോട്ട് പുള്ളിക്കാരൻ്റെ ഒരു കാഴ്ചയാണ് നമുക്കിന്ന് കാണാൻ കഴിഞ്ഞത്. പുള്ളിക്കാരൻ ഒരു 3 6 അടിച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ മെസ്സിറ്റ് ആയിരുന്നെങ്കിൽ പോലെ അത് 6 ആയി ബാക്കിലോട്ട് പോയി. അത് കഴിഞ്ഞ് 2 6 അടിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു 25 അടിച്ചു. അപ്പോഴേ ഞാനിങ്ങനെ വിചാരിച്ചു പുള്ളിക്കാരൻ ഇനി ഔട്ടാവുമോ, പറഞ്ഞു തീർന്നില്ല. അടുത്ത മൊമെൻറ്റിൽ പുള്ളിക്കാരൻ ഔട്ടായത്. സിമ്പിൾ ഒരു ലോ ഫുൾ ടോസ് ആയിരുന്നു. പുള്ളിക്കാരൻ എവിടെ വേണോ ഹിറ്റ് ആയിരുന്നു, കറക്റ്റ് നമ്മുടെ ഹെഡിൻ്റെ കയ്യിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ കയറിപ്പോയി. അതിനുശേഷം റിക്കിൾട്ടന് ഒരു ചാൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ ക്ലാസൻ കാരണം അത് പോവുകയുണ്ടായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഗ്ലൗ ഫ്രണ്ടിലോട്ട് വന്നു, നോ ബോളായി. കുറച്ച് ഡ്രാമ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം വിൽ ജാക്സ് വന്നു. പുള്ളിക്കാരൻ ഒരു 30, പുള്ളിക്കാരൻ അവിടെ ഔട്ടായിരുന്നെങ്കിൽ മേ ബി കളി മാറിയേനെ. ഒരു 36 റൺസ് എടുത്തു. അത് അത്യാവശ്യം നല്ലൊരു നോക്കായിരുന്നു. അതിനുശേഷം സൂര്യ വന്നു. സൂര്യയുടെ ട്രേഡ് മാർക്ക് ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം തിലക് വന്നു. അതിനുശേഷം ഹാർദിക് പാണ്ഡ്യ വന്നു. പുള്ളിക്കാരൻ വന്നു. എല്ലാം പ്രഷറെല്ലാം മാറ്റി ഒരു 6 3 4 അടിച്ച് കളി സിമ്പിളാക്കി കൊടുത്തു. അതിനുശേഷം അവർ ഔട്ടായി. അതിനുശേഷം മലിംഗ പോറിൽ എറിയുന്ന ഈശാൻ മലിംഗ വന്നു. പുള്ളിക്കാരനെ അറിഞ്ഞിട്ടു. അതേപോലെ തന്നെ നമൻതീറിനെ അറിഞ്ഞിട്ടു. പക്ഷേ ആ സമയത്തും ഇറ്റ് വാസ് ടു ലേറ്റ്. 1 റൺ മാത്രം മതിയായിരുന്നു നമ്മുടെ SRHന് കളി ജയിക്കാൻ. സാന്റ്നർ വന്നു, ഒരു ബോൾ ഡോട്ടാക്കിയെങ്കിലും അടുത്ത ബോളിൽ തിലക് വർമ്മ റിവേഴ്സ് പഠിക്കുന്നു, കളി ജയിക്കുന്നു. സിമ്പിൾ വിക്ടറി ഫോർ മുംബൈ ഇന്ത്യൻസ്. എന്നിരുന്നാൽ കൂടെ മിഡിലിൽ ജസ്റ്റ് ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു നമ്മുടെ SRHന്. പക്ഷേ അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. സൂര്യകുമാർ യാദവ് ഇപ്പോഴും ഒരു ഫോമിലോട്ട് തിരിച്ചു വന്നതായിട്ട് തോന്നുന്നില്ല. പുള്ളിക്കാരൻ കുറച്ച് നാളായിട്ട് ബാറ്റിങ്ങിൽ ഭയങ്കര ഫ്ലോപ്പായിട്ടാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ക്യാപ്റ്റൻസി എടുത്തതിന് ശേഷം പുള്ളിക്കാരൻ്റെ വലിയൊരു കാഴ്ച, വലിയൊരു നോക്ക് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഒരു 50 60 ആ ഒരു റേഞ്ച് ഉണ്ടെങ്കിലും അതും ഒരു 10 കളിയെടുത്ത 2 കളി മാത്രമേ കാണത്തുള്ളൂ. അതിനുശേഷം പിന്നെ പുള്ളിക്കാരന് വലിയൊരു വരൾച്ചയാണ് നമുക്ക് ഇവിടെയും കാണാൻ കഴിയുന്നത്. പുള്ളിക്കാരൻ തിരിച്ച് നമ്മുടെ ഫോമിലോട്ട് തന്നെ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതേപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യ, പുള്ളിക്കാരൻ്റെ വരവ് ഭയങ്കര ഒരു ബൂസ്റ്റിംഗ് ആണ്.
പുള്ളിക്കാരൻ്റെ ക്യാപ്റ്റൻസി എനിക്ക് വലിയ താല്പര്യമില്ല. മീൻസ് നല്ലൊരു ക്യാപ്റ്റനാണ്, പക്ഷേ പുള്ളിക്കാരൻ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ ഡിസ്റെസ്പെക്റ്റ് അതൊക്കെ കാണുമ്പോൾ എന്തോ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അത് അതായത് നമ്മൾ ജി ടിയിൽ ഉണ്ടായിരുന്നപ്പോഴും കണ്ടായിരുന്നു, നമ്മൾ സീനിയർ പ്ലെയറായ ഷമിയൊക്കെ ഒരുമാതിരി ഇങ്ങനെ പറയുന്നത്. മീൻസ് അത് സ്പിരിറ്റ് ഓഫ് ദ ഗെയിം ആണ്, പക്ഷെ എന്നിരുന്നാൽ കൂടെ നമ്മളെ സീനിയറായ ഒരാളെ ബഹുമാനിക്കാൻ ഫ്രസ്ട്രേഷൻ കാണിക്കാം, അത് അവരുടെ ഫേസിൽ തന്നെ കാണിക്കണമെന്നില്ല. ഈവൻ ദോ വിരാട് കോഹ്ലി ആണെങ്കിൽ പോലും പഴയ കാലത്തെ പുള്ളിക്കാരൻ കടിച്ച് പിടിച്ച് തല തിരിച്ചാണ് ചീത്ത വിളിക്കുന്നത്, നേരെ വിളിക്കാണ്ട്. ആ നേരെ വിളിച്ച സാഹചര്യം ഉണ്ട്, അത് ജൂനിയർ പ്ലേയേഴ്സാണ്. പക്ഷേ ഇത് സീനിയർ പ്ലേയേഴ്സ്, ഞാൻ വിചാരിച്ച ഇന്ന് ബുംറേനെ ചീത്ത വിളിക്കുന്നതാണ് വിചാരിച്ച പുള്ളിക്കാരൻ ഒരു 4 ഇങ്ങനെ ലീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പുള്ളിക്കാരൻ്റെ മിസ്റ്റേക്ക് അല്ല, പുള്ളിക്കാരൻ ട്രൈ ഹാർഡ്. അതേപോലെ തന്നെ ബോൾട്ട് അത് പിടിക്കാൻ പറ്റുന്നതല്ലായിരുന്നു, കുറച്ച് ഫ്ലൈയിങ് എഫേർട്ടായിരുന്നു. ഫിലിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിക്കാരനെ പിടിക്കാൻ പറ്റും. പക്ഷേ ബോൾട്ട് നല്ലൊരു ഫീൽഡറാണ്, പക്ഷേ ആ ഒരു റിഫ്ലക്ഷൻ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പോയ ഒരു ബോളിനെയും ഹർദിക്ക് അവിടെ കിടന്നിട്ട് എന്തുവാടാ കാണിങ്ങനെ ഇങ്ങനെ കാണിച്ച് കുറച്ച് എന്തോ പോലെ ഇതുണ്ട്. സ്പിരിറ്റ് ഓഫ് ദ ഗെയിമാണ്, പുള്ളിക്കാരൻ ഗെയിമിൽ ഇൻവോൾവ് ആണ്, പുള്ളിക്കാരൻ ടീമിന് വേണ്ടിയാണ് കളിക്കുന്നത്. എന്നിരുന്നാൽ കൂടെ കാണുന്നവർക്ക് ചെറിയൊരു ഷോ ഓഫ് ആയി തോന്നും. പക്ഷേ പുള്ളിക്കാരൻ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പരാഗിനെ പോലെ അല്ല ഷോ കാണിക്കുന്നത്, അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് ഷോ കാണിക്കാൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുള്ളുണ്ട്. പിന്നെ രോഹിത് ഫാൻസിന് ഇപ്പോഴും ചെറിയൊരു അടിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ രോഹിത്തിന്റെ അഡ്വൈസ് ഒന്നും അങ്ങനെ എടുക്കുന്നതായിട്ട് കാണിക്കത്തില്ല. പുള്ളിക്കാരൻ ഫീൽഡിൽ വന്ന് ഡയലോഗ് അടിച്ചാലും ബൈ ബൈ പോ, ഇങ്ങനെയുള്ള ഒരു മൈൻഡാണ് നമ്മുടെ ഹാർദിക് പാണ്ഡ്യ എന്ന് കാണുന്നത്. എന്നാലും അപ്പോൾ ഇന്നത്തെ കളി എന്തായാലും വളരെ ബോറായിട്ടുള്ളൊരു കളിയാണ് സത്യം പറഞ്ഞാൽ. കണ്ടോണ്ടിരുന്ന എനിക്ക് തന്നെ ബോറടിച്ച്, എന്തായാലും മുംബൈ ജയിക്കുമെന്ന് അറിയായിരുന്നു. ഒരു ട്വിസ്റ്റ് ഒരു ടേൺ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. സൺറൈസേഴ്സ് 300 അടി 400 അടിക്കും എന്നൊക്കെ പറഞ്ഞ് സ്റ്റെയിൻ അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പേരും കൂടെ കൂട്ടി, രണ്ട് ടീമും കൂടെ അടിച്ചത് ഒരു 300 അടുപ്പിച്ച് വരും. അപ്പോൾ അതുകൊണ്ട് സ്റ്റെയിൻ്റെ വാക്ക് പിൻവലിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു ട്വീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ കളിയുടെ വിശേഷം.